ദൈവത്തിന് ആരെ വേണം? വിശ്വസ്തനെ വേണം, അവിശ്വസ്തനെ വേണ്ട. അതുകൊണ്ട് അനേകർ ഇന്ന് പിന്തള്ളിപ്പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഓർക്കുന്നവർ മുൻപന്തിയിലെന്ന്, അവർ മുൻപന്തിയിലല്ല. അവർ ആത്മീകമായി അവർ വളരെ പിന്തള്ളപ്പെട്ടിരിക്കുന്നു. ജഡീകമായി അവർ മുൻപിൽ നിൽക്കുന്നു എന്ന് നമുക്ക് തോന്നുന്നു. ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും സഹിക്കുവാൻ കഴിയുമോ? നമുക്കൊരാൾ പറയുന്നത് പോലും സഹിഷ്ണുതയില്ലല്ലോ. ഒരാൾ ചെയ്തതൊന്ന് വിട്ടുകളയാൻ പറ്റുന്നുണ്ടോ? ക്ഷമിക്കാൻ പറ്റുന്നുണ്ടോ? മറന്നു കളയാൻ പറ്റുന്നുണ്ടോ? അവന്റെ പിന്നാലെ പോകാൻ പറ്റുന്നുണ്ടോ? നമുക്ക് ഒരിക്കലുമില്ല. അങ്ങനെ പോയില്ലേ, അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഞാൻ എങ്ങനെ ഒരുവനെ നേടും? ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ ഞായറാഴ്ചയുടെ പ്രഭാത ആരാധനയോർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള ദൈവമക്കൾ ഞങ്ങളെ ഓർത്ത്, ഞങ്ങളൊക്കെ ഉൾപ്പെട്ട് നിൽക്കുന്ന സംഘടനാ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ മുമ്പേ നിൽപ്പാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ ഇടയാക്കിയ വൻകൃപകളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ ദൈവവചനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയുകയും നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. എന്നിരുന്നാലും ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുന്നു, ഈ കാലങ്ങളിൽ അതീവ ജാഗ്രതയോടെ ഇരിക്കുകയും നാം അതീവ ശക്തിയോടുകൂടെ പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം സാധാരണ ഭാഷയിൽ നമ്മൾ മലയാളത്തിൽ പറയുന്നത് പോലെ ഒരു കാലം കെട്ട കാലത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ക്രിസ്തീയ സമൂഹം, ക്രിസ്തീയ സഭ, ക്രിസ്തീയ വിശ്വാസികൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിവുള്ളവരായിരിക്കണം എന്നോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദേശത്തിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യകരമായ ഒരു കാര്യമായിരിക്കാൻ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഈ കാലങ്ങളിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നമ്മൾ എന്തുകൊണ്ട് പ്രാർത്ഥിക്കണം? എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം? അല്ലേ? എവിടെ നോക്കിയാലും പ്രാർത്ഥനയാണ്. അപ്പൊ എൻ്റെ അടുത്തൊരു സ്നേഹിതൻ, നിങ്ങൾക്കറിയാവുന്ന ഒരാളാണ്, ഞാൻ നെയ്യാറ്റിങ്കര നിൽക്കുമ്പോൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, അയ്യോ, ആത്മാർത്ഥമായിട്ട് എൻ്റെ കൂടെ അല്പനേരം ഇരുന്ന് പ്രാർത്ഥിക്കാൻ ഒരാളില്ലല്ലോ. പ്രാർത്ഥനകളുണ്ട്, എന്നാൽ ആത്മാർത്ഥമായ പ്രാർത്ഥന ആരെൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കും? അതൊരു ചോദ്യമാണ്. ഒന്ന് ഓർത്ത് നോക്കിയാൽ ഈ കാലങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു. കണ്ണിൽ കണ്ണുനീര് വന്ന ദിവസം എന്നായിരുന്നു നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ? ഈ ഒരാഴ്ചക്കാലം എടുത്ത് നോക്കിയാൽ നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ നമ്മുടെ കണ്ണിൽ കണ്ണുനീര് വന്നോ? അതാണ് ആത്മാർത്ഥമായ പ്രാർത്ഥന. ഇതാണ് ദേശത്തിന്റെ സ്ഥിതി. കണ്ടോ, ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ ഇത് അനുഭവിക്കുന്ന ഒരു കൂട്ടം ജനമുണ്ട്. അനുഭവിക്കുന്നവർക്കേ അതിൻ്റെ വലിപ്പത്തെ അറിയാനായിട്ട് കഴിയുകയുള്ളൂ. ഇത്തരത്തിലുള്ള ശക്തികളെ നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു. സഭ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ഇത്തരത്തിലുള്ള ശക്തികൾ ദിവസം പ്രതി വർദ്ധിച്ചു കൊണ്ടിരിക്കുക. എൻ്റെ കയ്യിൽ ഒരു കൂട്ടം വീഡിയോ ക്ലിപ്പുകൾ ഇരിപ്പുണ്ട്. ആരാധനയാണ്, നമുക്ക് കാണുവാനായിട്ട് കഴിയില്ലല്ലോ. നമ്മൾ ഈ ശക്തികൾക്ക് വേണ്ടി നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. എന്താണെന്നറിയാമോ? അവർ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തെ തിരിച്ചറിയുവാനായിട്ടാണ്. പാർലമെന്റിലും സുപ്രീം കോടതിയിലൊക്കെ ഇത്തരത്തിലുള്ള അറിവുകൾ എത്തിച്ചേരുന്നു. എങ്കിലും ഇന്നും ദേശത്തിന്റെ സ്ഥിതി വളരെ പ്രയാസമാണ്. ഇതുകൊണ്ട് ഈ പിക്ചർ ഒന്ന് നോക്കിക്കേ. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നോക്കിക്കേ, ഇന്നത്തെ പശ്ചാത്തലമായി നമ്മൾ കാണുന്നത്. ആരാധനയിലാകുന്നുവെങ്കിലും ഞാൻ വിശദീകരിക്കുന്നില്ല. കാരണം ഒരു ചില ഇടങ്ങളിൽ നമ്മൾ വിശദീകരിക്കുന്നത് ഉചിതമല്ലാത്തത് കൊണ്ടാണ്. ഇനി മാറ്റപ്പെടുവാൻ ബാക്കിയൊന്നുമില്ല. ക്രിസ്തീയ സഭ പ്രാർത്ഥിച്ചില്ല എങ്കിൽ അതിൻ്റെ പരിമിത ഫലം അനുഭവിക്കേണ്ട സമയങ്ങൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ മിഷണറീസിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിച്ചയച്ച മിഷണറീസിന് വേണ്ടി നമ്മളാണ് പ്രാർത്ഥിക്കേണ്ടത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഈ പ്രിയപ്പെട്ടവരെല്ലാം ജയിലിൽ പോയി ജാമ്യം കിട്ടി വന്നവരാ. ഇദ്ദേഹം ലോക്കൽ ഇവാഞ്ചലിസ്റ്റ് ആണ്, ഇത് ഒരു മിഷണറിയാണ്. നമുക്ക് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ഈ പ്രിയപ്പെട്ടവരെല്ലാം ജയിൽവാസം കഴിഞ്ഞ് തിരികെ വന്ന് ഇപ്പോഴും കേസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരാ. ഉത്തർപ്രദേശത്തിൽ തന്നെ കാൺപൂർ ദേഹാത്തില് 7 പള്ളികൾ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. 7 പള്ളികൾ തുറന്ന് പ്രവർത്തിപ്പാനായിട്ട് കഴിയുന്നില്ല. നമ്മൾ സ്വതന്ത്രമായിട്ട് നമ്മുടെ ആലയത്തെ നമ്മൾ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പ്രിയപ്പെട്ടവർ ഓരോരോ ഭവനങ്ങളിലായിട്ട് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുക. ഇത് കണ്ടോ, ഒരു മനുഷ്യനെ എന്തുമാത്രം ഉപദ്രവിച്ചിരിക്കുന്നത് കണ്ടോ. അവൻ വേറൊന്നും തെറ്റ് ചെയ്തിട്ടല്ല, കൊല ചെയ്യുകയോ മറ്റൊന്നും ചെയ്തില്ല. യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞത് കൊണ്ട് മാത്രമാ. ഇത് കണ്ടോ, ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടോ?
ദൈവവേലയ്ക്ക് വേണ്ടിയും പരിശുദ്ധ വചനത്തിന് വേണ്ടി യേശു ക്രിസ്തുവിന് വേണ്ടി വില കൊടുക്കുന്ന ആളുകൾ. ഇത് ഒഡീഷയിലുള്ളൊരു ഫാമിലിയാണ്. ഒരു പെൺകുട്ടിയുണ്ടോ, പ്രായപൂർത്തിയായ പെൺകുട്ടി. അവരെ ഗ്രാമത്തിൽ നിന്ന് ഇറക്കി വിട്ട് റോഡിൽ പോയി ഇരിക്കുക, എല്ലാം നഷ്ടപ്പെട്ട്. ഇന്ന് ജയിലിലായിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മളിവിടെ ആയിരിക്കുമ്പോൾ ഇതുണ്ടോ, ഇത് ശരിക്കും കാണാൻ പറ്റുന്നില്ല. ഉത്തർപ്രദേശത്തിലെ ധരംവീർ, മഹാവീർ, വിജയ് സിംഗ് ആൻഡ് സർവൻ സിംഗ് ഇട്ടവ ജയിലിലാണ്. അവരെ മധ്യപ്രദേശിലെ ജാഗരൺ ബാബ, മഞ്ജു കിരൺ 2 പേരും 18 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളാണ്. നമ്മൾ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതൊക്കെ നടക്കുമ്പോഴും നമുക്കൊരു ചോദിക്കുന്ന അടുത്തൊരു ചോദ്യമാണ്, നാം എന്തുകൊണ്ട് പ്രവർത്തിക്കണം? ഈ ദേശത്തിൽ അനേകം മിഷണറിമാർ കടന്നു വന്നു. ഓരോ മിഷണറി വന്നപ്പോഴും സാമൂഹികമായും സാമ്പത്തികമായും വിദ്യാഭ്യാസകരമായും ആയതുപോലെ തന്നെ ആത്മീയമായ മാറ്റങ്ങൾ ഉണ്ടായി. ഇതൊരു വലിയ മനുഷ്യൻ, വില്യം കേറി എന്ന മനുഷ്യൻ, സതി എന്ന് പറഞ്ഞ വലിയൊരു അനാചാരത്തെ മാറ്റുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇത് എമ്മി കാർമിക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള വലിയ ഒരു വിദേശ വനിത, ദേവദാസിത്വം എന്നുള്ള ആ വലിയ അനാചാരത്തിൽ നിന്നുള്ള വിടുതല് ഈ സഹോദരി മുഖേന, ഈ ദേവദാസി മുഖേന ഉണ്ടായി. നിങ്ങൾക്കറിയാമോ, ഇപ്പോഴും ദേവദാസിത്വം നിലനിൽക്കുന്ന ഒരു സ്റ്റേറ്റിന്റെ പേര് പറയോ? കർണാടക. പേപ്പറിൽ വന്ന കാര്യമാണ്. 40,000-ലധികം പേരുണ്ട്. വീണ്ടും റീസർവേക്ക് വേണ്ടി അവർ ഓർഡർ ഇട്ടിരിക്കുന്നു. ഈ കോമ്പൗണ്ടിൽ പഠിച്ചതാണ് എൻ്റെ മോനെ ജോസുകുട്ടി, ആനിക്കുട്ടിയും ഒക്കെ. ഇതറിയാമോ, ഇതാരുടെയാണെന്നറിയാമോ? ഈ കല്ലറ ആരുടെയാണെന്നറിയാമോ? ഈ കല്ലറ ഇത് കാണുമ്പോൾ ദൈവത്തെ ഒത്തിരി സ്തോത്രം ചെയ്യണം. 8 മാസവും 1 മാസം 6 മാസവും പ്രായമുള്ള 2 വയസ്സ് 6 മാസവും പ്രായമുള്ള 2 കുഞ്ഞുങ്ങളുടെ കല്ലറയാണിത്. ഇവർ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ വലിയ മനുഷ്യൻ ആക്ച്വലി ന്യൂ ടെസ്റ്റ്മെന്റ് പോലും ചെയ്തത്. വില്യം കേരിയുടെ 2 കുഞ്ഞുങ്ങൾ അക്ഷരയന്ത്രം കൊണ്ടുവന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയാണ് കേരളത്തിൽ ആദ്യമായിട്ട് പെൺകുട്ടികൾക്ക് സ്കൂൾ തുടങ്ങുവാനായിട്ട് ഇടയായി തീർന്നത്. ഇദ്ദേഹത്തിനറിയാമോ? ജോസഫ് പീറ്റ്. ഇദ്ദേഹമാണ് ഇവിടുത്തെ അടിമപ്രസ്ഥാനത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചതായിട്ടുള്ള മനുഷ്യൻ. മിഷണറിമാർ എവിടെയെല്ലാം കടന്നുപോയോ, പരിശുദ്ധ ബൈബിൾ എവിടെയെല്ലാം കടന്നുപോയോ അവിടെയെല്ലാം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ മാറ്റങ്ങൾ എവിടെയെല്ലാം ഇല്ലയോ അവിടെയെല്ലാം യേശുക്രിസ്തുവിന്റെ സുവിശേഷം എത്തിയിട്ടില്ലാത്ത സ്ഥലങ്ങൾ ഞാനത് സ്ഥാപിക്കുവാൻ എനിക്ക് എന്നെക്കൊണ്ട് പറ്റും. ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ആ പ്രവൃത്തിയുടെ പുസ്തകം 12-ാം അധ്യായം വരുമ്പം യാക്കോബിനെ കൊലപ്പെടുത്തി വാൾ കൊണ്ട്. അതിനുശേഷം പത്രോസിനെ ജയിലിൽ അടച്ചു. സഭ അവർക്ക് വേണ്ടി ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. ഇങ്ങനെ വായിച്ചേ, ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോഴും സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് ആളുകളിൽ സഭാവ്യത്യാസമന്യേ ജനം ഒരുമിച്ച് പ്രാർത്ഥിക്കേണ്ടതായിട്ടുള്ള ഒരു സമയമാണ്. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്ത് നോക്കിയാട്ടെ. ഇദ്ദേഹത്തെ അറിയാമോ? ഇദ്ദേഹമാണ് ഭാരതത്തിൽ വന്ന ആദ്യത്തെ പ്രൊട്ടസ്റ്റന്റ് മിഷണറി, സീഗൻബാഗ്. ഇദ്ദേഹം വന്ന സ്ഥലത്ത് സഭാവ്യത്യാസമന്യേ മണിപ്പൂരിൽ പ്രശ്നമുണ്ടാക്കിയപ്പോൾ ദൈവജനം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക. സഭകൾ, പെന്തക്കോസ്ത് സഭകൾ, അനേക തിരുച്ചഭകൾ രക്തസാക്ഷി മറിത്താണ്ടവരെ அப்பா சிங்கப்பாலைய இடத்தில் ஆண்டவரே நாங்கள் முழங்கால் படியிட்டு ஜெபிக்கிறோம். எங்களுக்கு ஒரு வீசனை மனமிறங்க, எங்களுக்கு மனமிறங்க, எங்களுக்கு மனமிறங்க, எங்களுக்கு மனமிறங்க. அப்பா கடைசி காலம் വിശേഷ എല്ലാവരും കൈകൾക്ക് ഒരേ ഒരു വാർത്ത சொல்லுங்க. മണിപ്പൂർ ജഷ്പൂറിന് വേണ്ടി, ഛത്തീസ്ഗഡിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഘർവാപ്പസി വെച്ചു. ഘർവാപ്പസി വെക്കുമ്പോൾ ആ പ്രോഗ്രാമിന് വലിയൊരു മൈതാനത്ത് ജനത്തെ ഒരുമിച്ച് കൂട്ടി ക്രിസ്ത്യാനികളായിരുന്ന വിശ്വാസികളെ മുഴുവൻ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി അവരൊരുക്കിയതായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. എന്നാൽ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. അവരുടെ ആ പ്രോഗ്രാം മുഴുവൻ നശിപ്പിക്കുവാൻ തക്കവണ്ണം യോനയുടെ പുസ്തകത്തിൽ പറഞ്ഞതുപോലെ ദൈവം കാറ്റിന് അനുമതി കൊടുത്തു.
നമ്മൾ പ്രാർത്ഥിച്ചാൽ സാധിക്കാത്ത യാതൊന്നുമില്ല. അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്ന ഇക്കാലത്തിലും നടക്കും. ഈ ദേശത്തിന് വേണ്ടി, ഛത്തീസ്ഗഡിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്ക് വേണ്ടി സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചാൽ ഇതുപോലത്തെ അത്ഭുതങ്ങൾ ഉണ്ടാകും. നമ്മൾ കോടതി കയറി ഇറങ്ങിയാലും പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നാലും ദൈവത്തിന് സ്തോത്രം, ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നില്ല എങ്കിൽ ജനത്തിന് ദൈവത്തിൽ ഭയവും ദൈവത്തിൽ വിശ്വാസവും ഉണ്ടാകുകയില്ല. സുവിശേഷ വേദഭാഗത്തോ അല്ലെങ്കിൽ പഴയ നിയമ വേദഭാഗത്തോ എപ്പോഴെല്ലാം ജനം വിശ്വസിച്ചു എന്ന് എഴുതിയിരിക്കുന്നുവെങ്കിൽ അതിന് പിമ്പിലുള്ള പാരഗ്രാഫ് വായിച്ചാൽ അവിടെ ഒരു അത്ഭുതവും ഒരു അടയാളവും തീർച്ചയായിട്ടും സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ദൈവജനം ശ്രദ്ധയോടെ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ഈ IMA എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ, ഇന്ത്യൻ മിഷണറി അസോസിയേഷൻ, അതിൻ്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന 317 ഓർഗനൈസേഷൻ, എവരി യോങ് ക്രൂസേഡ്, FMBB, IM പോലുള്ള ഓർഗനൈസേഷൻ ഞാൻ ചെറിയ സെലക്ട് ചെയ്തേ ഉള്ളൂ. നമ്മൾ ഈ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതല്ലാത്ത എത്രയോ ഇൻഡിപെൻഡന്റ് വർക്കേഴ്സ് ഈ ദേശത്തിൽ രാപകലില്ലാതെ ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കണ്ട ഓരോ മെയിൻലൈൻ ചർച്ചസുകൾ, അവസാനം ഞാൻ എഴുതി ആൻഡ് അതർ ചർച്ചസ് എന്ന് എഴുതി. എത്രയോ പള്ളികൾ, ഈ പള്ളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്തെന്നറിയാമോ? അവർക്ക് ദർശനമുണ്ടാകണം, അവർക്ക് ദൗത്യമുണ്ടാകണം. ഇങ്ങോട്ട് ശ്രദ്ധിച്ചാട്ട് എല്ലാവരും, ബിഷപ്പിന് വേണ്ടി, പാസ്റ്റേഴ്സിന് വേണ്ടി, കമ്മിറ്റിക്ക് വേണ്ടി, കോൺഗ്രിഗേഷന് വേണ്ടി, യൂത്ത് വിങ്ങിന് വേണ്ടി, വുമൻസ് ഫെലോഷിപ്പിന് വേണ്ടി നമ്മൾ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കും. അവർ ദർശനമുള്ളവരായിട്ട് തീരും. അങ്ങനെയെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കാം. ഈ ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. വരുന്ന ഒക്ടോബർ മാസം 25-ാം തീയതി ക്രൈസ്റ്റ് ചർച്ചിൻ്റെ ഹാൾ വെച്ച് ഒരു മിഷണറി ഡെഡിക്കേഷൻ നടക്കുന്നു. രാവിലെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതുപോലെ നിങ്ങൾ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കണം. ഏതാണ്ട് 15-ലധികം മിഷണറിമാരെ ഡെഡിക്കേറ്റ് ചെയ്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സഭയായിട്ടുള്ള സഹകരണവും പ്രാർത്ഥനയും പങ്കാളിത്തവും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടു എങ്കിൽ തീർച്ചയായിട്ടും ഈ ദേശം സന്ധിക്കപ്പെടും. ഞാൻ സംസാരിച്ചത് FMBBയെ കുറിച്ചെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ 317-ലധികം സംഘടനാ പ്രവർത്തനങ്ങൾ, എത്രയോ ദൈവമക്കൾ എത്രയോ സംഘടനാ പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ അല്പനിമിഷത്തെ ചിന്തയ്ക്ക് വേണ്ടി തിമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം അതിൻ്റെ 8-ാമത്തെ വാക്യം ഒരാൾ ദയവായിട്ട് വായിച്ചാട്ടെ. തിമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാവുന്നു എൻ്റെ സുവിശേഷം. അതറിയിക്കുന്നതിൽ ഞാൻ ദുഷ്പ്രവർത്തിക്കാരൻ എന്ന പോലെ ചങ്ങല ധരിച്ച് കഷ്ടം സഹിക്കുന്നു. ദൈവവചനത്തിനോ ബന്ധനമില്ല. ദൈവത്തിന് സ്തോത്രം. തിമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു എൻ്റെ സുവിശേഷം. ദൈവത്തിന് സ്തോത്രം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുക. ഞങ്ങൾ ഒരു ചില വീഡിയോ ക്ലിപ്പുകളൊക്കെ കണ്ടു കർത്താവേ, ദേശത്തിൻ്റെ സ്ഥിതി വളരെ വ്യത്യസ്തമായിരിക്കുന്നു. ഞങ്ങൾ ഉറപ്പുള്ളവരായി, ഞങ്ങൾ ശുഷ്കാന്തിയുള്ളവരായി, ഞങ്ങൾ എരിവുള്ളവരായി, ഞങ്ങൾ ബോധ്യമുള്ളവരായി, വിശ്വാസമുള്ളവരായി, പ്രാർത്ഥനയുള്ളവരായി ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ നീ ഇവിടെ നിന്ന് ഒരുക്കണമേ. ഞങ്ങൾ ഒരുമിച്ച് ഈ വചനത്തെ ധ്യാനിക്കുമ്പോൾ നിന്റെ കൃപ വേണം കർത്താവേ. നീ ഞങ്ങളോട് സംസാരിക്കണം, ഞങ്ങളെ ധൈര്യപ്പെടുത്തണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് വീണ്ടും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. തിമോത്തിയോസിന്റെ ലേഖനം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതായ ഒരു ലേഖന വേദഭാഗമാണ് ഈ തിമോത്തിയോസിന്റെ ലേഖനം. എല്ലാവരും ബൈബിൾ ഉള്ളവർ എന്നോടൊപ്പം ബൈബിള് എടുത്താട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇനിയും തൊട്ട് ബൈബിളിന് പ്രാധാന്യം കൊടുക്കാത്തവർ ബൈബിളിന് പ്രാധാന്യം കൊടുക്കണം. കാരണം 2 കുഞ്ഞുങ്ങൾ ഈ ദേശത്ത് വന്ന് പ്രതികൂല കാലാവസ്ഥയിൽ മരിച്ച് മണ്ണടഞ്ഞപ്പോഴാണ് അതുങ്ങളുടെ അപ്പനും അമ്മയും കുത്തിയിരുന്ന് ഈ ബൈബിൾ ഉണ്ടായി. ഈ ഉരുണ്ട അക്ഷരം കിട്ടിയപ്പോൾ എനിക്കും നിങ്ങൾക്കും ഒരു പുതിയ കേരളത്തെ ലഭിച്ചത്. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ബൈബിൾ തുറന്നാട്ടെ. ഈ തിമോത്തിയോസിന്റെ 1-ാമത്തെ ലേഖനം എഴുതുന്നത്
പൗലോസിന്റെ ഒന്നാമത്തെ കാരാഗ്രഹവാസത്തിന് ശേഷമാണ്. ദൈവത്തിന് സ്തോത്രം. പൗലോസ് ആർക്ക് എഴുതുന്നു? തിമോഥെയോസിന് എഴുതുന്ന ലേഖനം. ആ ലേഖനം എഴുതുന്ന ഒന്നാമത്തെ ലേഖനം എഴുതുമ്പോൾ സഭയെക്കുറിച്ച് പഠിപ്പിക്കുക. ആസിയയിലെ സഭ, എഫെസോസിലെ സഭ. രണ്ടാമത്തെ മിഷണറി യാത്രയിലാണ് പൗലോസ് ഈ സഭ സ്ഥാപിക്കപ്പെടുന്നത്. അപ്പോൾ അവിടുത്തെ സഭയ്ക്ക് ആവശ്യമായിട്ടുള്ള നിയമങ്ങൾ, അവരുടെ വിശ്വാസം, സഭാക്രമം, ഭരണം, ഇതിനെയൊക്കെ തിട്ടപ്പെടുത്തുന്നതാണ് ഒന്നാമത്തെ ലേഖനമെങ്കിൽ താൻ രണ്ടാമത്തെ ലേഖനം എഴുതുമ്പോൾ കാരാഗൃഹത്തിൽ കിടക്കുക, രണ്ടാമത്തെ കാരാഗ്രഹവാസത്തിൽ ഇരുന്നു കൊണ്ട് എഴുതുകയാണ്. ഇതെന്തിന് എഴുതുന്നു എന്ന് ചോദിച്ചാൽ, ഇപ്പോഴിവിടെയുള്ള വിശ്വാസികൾ യേശുക്രിസ്തുവിൽ കൂടെ ലഭിച്ച കൃപയാലെയുള്ള രക്ഷയെ അവഗണിച്ച് വീണ്ടും അവരുടെ പഴയ ജീവിതത്തിലേക്ക്, പഴയ അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ന്യായപ്രമാണത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന അവസ്ഥയിലേക്ക് പോയതുകൊണ്ടാണ് പൗലോസ് തിമോഥെയോസിനോട് പറയുന്നത്, ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇന്നത്തെ ആരാധനകളിൽ, പാട്ടുകളിൽ, പ്രസംഗങ്ങളിൽ, കൂടിവരവുകളിൽ യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുന്നതിനുള്ള അളവ് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളുവാനായിട്ട് കഴിയുമോ? ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ആ വലിയ ആ ആരാധന, അറിവ് ഞാനിവിടെ ഓർത്തു പോകുകയായിരുന്നു. ആരാകുന്നു യേശുക്രിസ്തു? യേശുക്രിസ്തു ആരാകുന്നു? ഇവിടെ പറയുന്നു, യേശു എന്ന അവന് പേരിടണം, കാരണം അവൻ അവന് ജനത്തിന്റെ പാപത്തിൽ നിന്ന് അവനെ രക്ഷിപ്പാനിരിക്ക കൊണ്ട് അവന് യേശു എന്ന് പേര്. അപ്പം അവൻ രക്ഷിതാവാണ്. അവിടെ യോഹന്നാൻ പറഞ്ഞു, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. വീണ്ടും പറയുന്നു, അവൻ ദൈവപുത്രൻ, അവൻ ഏകജാതൻ, ന്യായപ്രമാണത്തിലും മോശയും പ്രവാചകന്മാരും പ്രവചിച്ചതുപോലെ ജനിച്ചവൻ, അവൻ സത്യദൈവം, അവൻ നിത്യദൈവം, അവൻ സാക്ഷാൽ ദൈവം എന്ന് മാത്രമല്ല, അവൻ ജനിച്ചു, അവൻ മരിച്ചു, അവൻ ഉയർത്തെഴുന്നേറ്റു, അവന് വേണ്ടി വീണ്ടും കാത്തിരിക്കുന്ന ദൈവസഭ. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. റോമർക്കെഴുതിയ ലേഖനത്തിൽ വരുമ്പോൾ അവൻ പാപത്തിൽ നിന്നും, ശാപത്തിൽ നിന്നും, ശിക്ഷാവിധിയിൽ നിന്നും എന്ത് ചെയ്യപ്പെട്ടു? നമ്മളെ എല്ലാവരെയും വിടുവിച്ചു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് വളരെ മനോഹരമായ ഒരു പാട്ടുണ്ട്. ആ പാട്ടിന്റെ 4 സ്റ്റാൻസായാലും യേശുക്രിസ്തുവിനെ വളരെ ഭംഗിയായി ഉയർത്തി കാണുന്ന ഒരു പാട്ടാണ്. അതിൻ്റെ ഒരു സ്റ്റാൻസ് നമുക്ക് ഒരുമിച്ച് പാടാം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തർ ജനം വാഴ്ത്തും നാമം. എല്ലാ നാമത്തിലും മേലായ എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുമ്പിൽ വല്ലഭത്വമുള്ള നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുമ്പിൽ വല്ലഭത്വമുള്ള നാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴയനിക്കിംബനാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴയനിക്കിംബനാമം. വീണ്ടും പ്രവർത്തികളുടെ പുസ്തകത്തിൽ ഒരു വാക്ക് പറയുന്നുണ്ട്, ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷിക്കപ്പെടുവാനായിട്ട് വേറൊരു നാമവുമില്ല. ഈ യേശുവിൻ്റെ നാമത്തോളം നല്ല ഒരു നാമം വേറൊരു നാമമില്ല. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവൻ നമുക്ക് ഒത്തിരി നന്മകളും പദവികളും നൽകി. അവൻ നമ്മളെ ദൈവമക്കളാക്കി. അവൻ നമുക്ക് നിത്യജീവൻ നൽകി. അവൻ നമുക്ക് പുതിയ ജീവൻ നൽകി. അവൻ നമുക്ക് പാപക്ഷമ നൽകി. അവൻ യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ പറയുമ്പോൾ അവൻ നമ്മളെ പിതാവുമായിട്ട് ബന്ധിപ്പിച്ചു. അവൻ നമുക്ക് സ്വർഗം നമുക്കായി തുറന്നു തന്നു. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ ദൈവം ചെയ്ത നന്മകളെ നമ്മൾ ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തുമാത്രം പറയുവാനായിട്ട് കഴിയും. അങ്ങനെ യേശുവിനെ കുറിച്ചുള്ള അറിവ് മറ്റേതിനെക്കാട്ടിലും നമ്മളെ ദൈവവുമായിട്ട് അടുപ്പിക്കുന്നു. യേശുവിനെ കുറിച്ചുള്ള അറിവും ബോധവും നമുക്കില്ലാത്തത് കൊണ്ടാണ് നമ്മൾ അതിനുപരിയായി മറ്റുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധകൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം എടുത്താട്ടെ, യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷ വേലയുടെ ആദ്യ ഭാഗം, ക്രിസ്തീയ സഭയുടെ, ക്രിസ്തീയ വിശ്വാസയുടെ അടിസ്ഥാനം 5, 6, 7 അധ്യായങ്ങൾ എടുത്താട്ടെ. മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ നമുക്ക് വളരെ സുപരിചിതമാണ്. അറിയായികയോ നമ്മൾ ഇതിനെ എന്തായി ചെയ്യുന്നു?
നമ്മളിതിനെ അവഗണിക്കപ്പെടാറുണ്ട്, അല്ലേ? അവഗണിക്കപ്പെടാറുണ്ട്. എന്തു പറഞ്ഞു? യേശു പറഞ്ഞു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകും. പിന്നെന്ത് പറഞ്ഞു? നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, അല്ലേ? പിന്നെ പറഞ്ഞു, നിങ്ങൾ കോപിക്കരുതെന്ന് പറഞ്ഞു, അല്ലേ? പിന്നെ പറഞ്ഞു, ഇതിനകത്ത് കിടന്ന് കമ്പെല്ലാം എടുത്തിട്ട് പറഞ്ഞാട്ടെ, അപ്പൊ മറ്റുള്ളവന്റെ കരട് എടുക്കണമെന്ന് പറഞ്ഞു. ശത്രുവിനെ സ്നേഹിക്കണമെന്ന് പറഞ്ഞു. ഇടുക്കും അതിൽ കൂടെ പോകണമെന്ന് പറഞ്ഞു. നാളത്തതിനെ കുറിച്ച് പ്രയാസപ്പെടരുതെന്ന് പറഞ്ഞു. ഇവിടെ അടിക്കുന്നവനെ ഇവിടെ കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. 5, 6, 7 അധ്യായം വായിക്കണം. എപ്പോഴെല്ലാം ക്രിസ്തീയ ജീവിതത്തിലും വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സഭാ ജീവിതത്തിലും വ്യത്യാസങ്ങൾ കടന്നു വരുമ്പോൾ ഓടിപ്പോയി വായിക്കുവാനുള്ള ഒരു നല്ല വേദഭാഗമാണ് മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ. ബേസിക്കാ. എന്നാൽ ഇന്നത്തെ ക്രിസ്തീയ വിശ്വാസത്തിൽ, മനുഷ്യ ജീവിതത്തിൽ, ഈ തിരക്കേറിയ, ഈ പ്രശ്നങ്ങൾ നിറഞ്ഞ ജീവിസങ്കീർണമായ ഈ ലോക ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞും അറിയാഴുകയും ക്രിസ്ത്യാനി എന്ന് പറയുകയും വിശ്വാസി എന്ന് പറയുകയും പ്രത്യാശയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുക, ഈ അടിസ്ഥാന ഗുണങ്ങൾ നമ്മളില്ലാതായി പോകുന്നത് വളരെ ദയനീയമായ അവസ്ഥയാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് പൗലോസ് തിമത്യോസിനോട് പറഞ്ഞത്, തിമത്യോസേ, നീ യേശുവിനെ ഓർത്തുകൊള്ളുക. നിന്റെ ജീവിതത്തിൽ നീ പോകുന്ന, നീ സഞ്ചരിക്കുന്ന നിന്റെ ജീവിത പാതകളിൽ, നിന്റെ വ്യക്തി, നിന്റെ കുടുംബ ജീവിതത്തിൽ, നിന്റെ സഭാ ജീവിതത്തിൽ ദൈവത്തിന് സ്തോത്രം. ആരെ ഓർത്തുകൊള്ളണം? യേശുവിനെ ഓർത്തുകൊള്ളണം. ആമേൻ. സഭയിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ യേശുവിനെ ഓർത്തുകൊള്ളണം. ദൈവത്തിന് സ്തോത്രം. ഒന്നാമതായിട്ട് ഈ യേശുക്രിസ്തുവിനെ ഓർത്ത് അവൻ്റെ സാക്ഷിയായി ധൈര്യത്തോടെ നീ നിൽക്കണമെങ്കിൽ നിനക്ക് ചില ഗുണങ്ങളും ചില ആവശ്യങ്ങളും ചില കാര്യങ്ങൾ നിറവേറ്റേണ്ടതുണ്ട്. ആ നിറവേറ്റേണ്ട കാര്യമാണ് 2-ാമത്തെ അധ്യായം 1 മുതൽ വായിക്കുന്നതായിട്ടുള്ള ഭാഗങ്ങൾ. ആ 2-ാമത്തെ അധ്യായം മുഴുവൻ പൗലോസ് തിമത്യോസിനെ ധൈര്യപ്പെടുത്തുന്നതാകുന്നുവെങ്കിൽ നമുക്കൊരു 3 സംഗതികൾ പെട്ടെന്ന് നമുക്ക് നോക്കാം. അതിന്റെ 1-ാമത്തെ വാക്യം പെട്ടെന്ന് വായിച്ചാട്ടെ. എന്റെ മകനെ, ക്രിസ്തുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. ആമേൻ. എന്തു പറഞ്ഞിരിക്കുന്നു? നിങ്ങൾ ക്രിസ്തുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. ദൈവത്തിന് സ്തോത്രം. നോക്കിക്കേ, എൻ്റെ മകനെ, ക്രിസ്തുവിലുള്ള കൃപയാൽ നീ എന്ത് ചെയ്യണം? നീ ശക്തിപ്പെടണം. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഈ പൗലോസിനെ, ഈ തിമത്യോസിനെ എവിടെ വെച്ചാ കിട്ടിയെന്നറിയാമോ? എവിടെ വെച്ചാ കിട്ടിയേ? എവിടെ വെച്ചാ കിട്ടിയേ? എവിടെ വെച്ചാ കിട്ടിയേ? നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലെന്നറിയാൻ പറ്റിയ പണി ഇതാ. അറിയോ? പറഞ്ഞേ, പൗലോസിന് ഈ തിമത്യോസിനെ എവിടെയാ കിട്ടിയേ? പാസ്റ്റർമാർ പറയണ്ട, പറഞ്ഞാട്ടെ. ബൈബിൾ ഏത് ഭാഗത്താ പറയുന്നേ? അയ്യോ, പൗലോസിന്റെ 2-ാമത്തെ മിഷണറി യാത്ര, പ്രവൃത്തിയുടെ പുസ്തകം 16-ാമത്തെ അധ്യായം എടുത്താട്ടെ. അതിന്റെ 1-2 വാക്യങ്ങൾ ഒരാളൊന്ന് ശബ്ദമുയർത്തി വായിച്ചാട്ടെ. അവൻ ദെർബയിലും ലുസ്രയിലും ചെന്ന് അവിടെ വിശ്വാസമുള്ള ഒരു യഹൂദ സ്ത്രീയുടെ മകനായി തിമത്യോസ് എന്ന പേരുള്ള ഒരു ശിഷ്യനുണ്ടായിരുന്നു. അവന്റെ അപ്പൻ യവനനായിരുന്നു. വായിച്ചാട്ടെ. അവൻ ലുസ്ത്രയിലും ഇക്കോന്യയിലുമുള്ള സഹോദരന്മാരാൽ നല്ല സാക്ഷ്യം കൊണ്ടവനായിരുന്നു. അവൻ തന്നോടുകൂടെ പോരണം എന്ന് പൗലോസ് ഇച്ഛിച്ച് അവൻ്റെ അപ്പൻ യവനനെന്ന് അവിടങ്ങളിലുള്ള യഹൂദന്മാർ എല്ലാവരും അറിഞ്ഞതിനാൽ അവരെ വിചാരിച്ച് അവനെ പരിച്ഛേദന കഴിപ്പിച്ചു. അവിടെ നിൽക്കട്ടെ. അപ്പോൾ 2-ാമത്തെ മിഷണറി യാത്രയിൽ പൗലോസിന് ലഭിച്ച ഒരു നല്ല അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായിരുന്നു തിമത്യോസിന്റെ കുടുംബം. ഈ തിമത്യോസിന്റെ കുടുംബത്തെക്കുറിച്ച് ഇനി പറയുന്നൊരു ഭാഗമുണ്ട്. 2 തിമത്യോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 4-5 വാക്യങ്ങൾ ഞാൻ പെട്ടെന്ന് പറയാം. ഈ 4-5 അധ്യായങ്ങൾ വായിക്കുമ്പോഴും ഈ 16-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം വായിക്കുമ്പോഴും അവൻ്റെ കുടുംബത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അവൻ്റെ അമ്മ ഒരു യഹൂദ സ്ത്രീയായിരുന്നു. അവർ യുനീക്ക, അവളുടെ പേര്, അവൾ വിശ്വാസമുള്ളവളായിരുന്നു. അവൻ്റെ അപ്പൻ യവനൻ, എന്നാൽ അവൻ നല്ല സാക്ഷ്യമുള്ളവനായിരുന്നു. അവൻ്റെ വലിയമ്മ ലോവീസ്, അവൾ വിശ്വാസമുള്ളവനായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എങ്ങനെയുള്ളതായിരുന്നു? വിശ്വാസമുള്ളവനായിരുന്നു. ഇനി ആ 2 തിമത്യോസിന് 1 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേ.
3 മുതലുള്ള വാക്യങ്ങൾ. എൻ്റെ പ്രാർത്ഥനയിൽ രാവും പകലും ഇടവിടാതെ നിന്നെ നമസ്കരിച്ചു. നിന്റെ കണ്ണുനീർ ഓർത്തും നിന്നെ കണ്ട് സന്തോഷപൂർണ്ണനാക്കുവാൻ വാഞ്ചിച്ചും കൊണ്ട് ഞാൻ പൂർവന്മാരുടെ ദൃഷ്ടാന്തം അനുസരിച്ച് നിർമ്മല മനസ്സാക്ഷിയോടെ ആരാധിക്കുന്ന ദൈവത്തിന് നിന്റെ നിർവാജ്യ വിശ്വാസത്തിൻ്റെ ഓർമ്മ നിമിത്തം സ്തോത്രം ചെയ്യുന്നു. ആ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോവീസിലും അമ്മ യൂനീക്കിലും ഉണ്ടായിരുന്നു, നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ആ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോവീസിലും അമ്മ യുനീക്കിലും ഉണ്ടായിരുന്നു, നിന്നിലും ഉണ്ടെന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? ഉറച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ തിമത്യോസ് ഒരു ചെറുപ്പക്കാരനാണ്, ഒരു വലിയ സഭയുടെ ഉത്തരവാദിത്തമാണ്. പ്രയാസത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ തന്നാലെ വന്ന ഈ ചെറുപ്പക്കാരനായ ശുശ്രൂഷകനും ആ സഭയ്ക്കും വളരെ പ്രയാസത്തിൻ്റെ നടുവിലും അവരെ ധൈര്യപ്പെടുത്തുവാൻ, അവരെ ഉറപ്പിക്കുവാൻ വേണ്ടി പൗലോസ് എഴുതുന്ന ഒരു ഭാഗമാണ് ഈ ഭാഗം. എന്തിനാണ് ഈ ഭാഗങ്ങൾ ഈ അപ്പനെയും അമ്മയെക്കുറിച്ചും വലിയമ്മയെക്കുറിച്ചൊക്കെ ആദ്യത്തെ അധ്യായത്തിൽ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, എൻ്റെ തിമത്യോസേ, നീ ചെറുതും വലുതുമായ കാര്യങ്ങൾ എന്ത് ചെയ്യപ്പെടരുത്? നീ അധൈര്യപ്പെടരുത്. കാരണം നിനക്ക് നല്ല ഒരു കുടുംബ പശ്ചാത്തലമുണ്ട്. നീ വന്ന ഒരു വഴിയുണ്ടല്ലോ, അത് വളരെ ശക്തിയുള്ളൊരു വഴി. നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നിന്നെ കരുതുന്ന, നിനക്ക് നല്ല ഒരു സാക്ഷ്യം വെച്ച ഒരു നല്ല കുടുംബം നിനക്കുണ്ട്. ആ കുടുംബത്തിൽ കൂടെ നീ ജീവിച്ചിരുന്നപ്പോൾ ചെറുപ്പം മുതലേ അവർ കടന്നുപോയ വഴികളെ നീ കണ്ടതാ. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നീ ക്രിസ്തുയേശുവിൽ നീ ശക്തിപ്പെടണം. ദൈവത്തിന് സ്തോത്രം. കുടുംബം യേശുവിനെ കാണിച്ചു കൊടുക്കുന്ന ഒരു സ്ഥലമാണ്. എവിടാണ് കുടുംബം? കുടുംബം എവിടാണ്? യേശുവിനെ കാണിച്ചു കൊടുക്കുന്ന കുടുംബം. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇന്ന് കുടുംബമായിട്ട് ആലയത്തിൽ വന്നിരിക്കുന്ന എത്ര പേരുണ്ട്? നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടോ അവരെല്ലാവരും വന്നിരിക്കുന്നവർ. എൻ്റെ കുടുംബത്തെക്കുറിച്ച് എനിക്കറിയാം. എൻ്റെ അമ്മച്ചിയും എൻ്റെ ഭാര്യ ജ്യോതിയും ഒഴികെ എല്ലാവരും പള്ളിയിലുണ്ട്. ഓരോരുത്തരും ഓരോ പള്ളികളിലാണ്. നിങ്ങളുടെ പിള്ളേരെന്ത് ചെയ്യും? നിങ്ങളുടെ അപ്പനും അമ്മയും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? നിങ്ങളുടെ സഹോദരങ്ങൾ ആത്മീയ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നവരാണോ? ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണോ പലതും നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിവുണ്ടാകുന്നത്? ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ കർത്താവിൽ വന്ന് എൻ്റെ അനുജൻ സുവിശേഷകനാണ്. എൻ്റെ അച്ഛൻ ഇന്ന് പള്ളിയിൽ പോയിട്ട് അമ്മച്ചി പോയി കാണില്ല. എൻ്റെ മോൾ ഇന്ന് കൊത്തന്നൂർ CC പള്ളിയിലായിരിക്കും പോയിരിക്കുന്നത്. എൻ്റെ ജ്യോതി, എൻ്റെ വൈഫിൻ്റെ ഫാമിലി എല്ലാം ഉണ്ട്. അതിൻ്റെ ഒരാൾ ശുശ്രൂഷകനാണ്. എൻ്റെ മോൻ എൻ്റെ ഒപ്പം ഉണ്ട്. കുടുംബം നല്ല നല്ല വ്യക്തിത്വങ്ങളെ നമുക്ക് പകരുന്നതാണ് കുടുംബം. ഇന്ന് പലപ്പോഴും സഭാ സമൂഹം നമ്മുടെ ചുറ്റുപാടുകൾ നന്നാകുന്നതിൻ്റെ കാര്യം കുടുംബം നല്ലതല്ലാത്തത് കൊണ്ടാണ്. കുടുംബം നല്ലതാകാതിരിക്കുന്നതിന് കാരണം ഞാനാണ് അതിന് കാരണം, നിങ്ങളാണ് അതിന് കാരണം. എന്ത് ചെയ്യുന്നു? ദൈവത്തിലുള്ള വിശ്വാസം, യേശുവിനുള്ള വിശ്വാസം, ദൈവവചനത്തിലുള്ള വിശ്വാസം, ആരാധനയിലുള്ള വിശ്വാസം, ഇത് നമ്മൾ പഠിക്കപ്പെടുന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് മാതൃകയുള്ള കുടുംബം, ആരാധനയുള്ള കുടുംബം, സാക്ഷ്യമുള്ള കുടുംബം, ചിട്ടയുള്ള കുടുംബം ജീവിതത്തിൽ അനേക ദൈവദാസന്മാരെ, തിമത്യോസിനെ പോലെ അനേക വ്യക്തിത്വങ്ങളെ ഈ ദേശത്തിന് വേണ്ടി കൊടുക്കും. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തുമാത്രം കുടുംബത്തിന് പ്രാധാന്യമുണ്ട്. ആ പൗലോസ് തിമത്യോസെ ധൈര്യപ്പെടുത്തുമ്പോൾ അവനോട് പറയുന്നത്, നിന്റെ അമ്മയും അപ്പനും നിന്റെ വല്യമ്മയും ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, അത് ഓർക്കുമ്പോൾ നീ അധൈര്യപ്പെടരുത്. ഇനി ഒരു മറുവശം, ഇന്ന് ശക്തിപ്പെടുക. ഇന്ന് പലരും ശക്തിപ്പെടുകയാണ്. ആരാധനയിൽ ശക്തിപ്പെടുന്നു, പ്രവർത്തനത്തിൽ ശക്തിപ്പെടുന്നു, എല്ലാവരും ശക്തിപ്പെടുകയാണ്. അവരെ ശക്തിപ്പെടുന്നത് ബാഹ്യമായ രീതിയിലാണ് ശക്തിപ്പെടുന്നത്. ദൈവത്തിന് സ്തോത്രം. ബാഹ്യമായ രീതിയിൽ. എന്നാൽ ക്രിസ്തുയേശുവിൽ ആന്തരികമായി ശക്തിപ്പെടുവാൻ നമ്മൾ ശക്തിപ്പെടുമ്പോഴാണ് സഭയെ നിയന്ത്രിപ്പാൻ, മറ്റുള്ളവരോട് സുവിശേഷം പറയുവാൻ, സാക്ഷ്യത്തോടുകൂടെ ജീവിപ്പാൻ, വിജയകരമായി ക്രിസ്തീയ ജീവിതം നയിപ്പാൻ നമുക്ക് സാധിക്കുന്നത്. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം, തിമത്യോസേ, നീ ക്രിസ്തുയേശുവിൽ ധൈര്യപ്പെട്ടുകൊള്ളണം. നീ എവിടെ ധൈര്യപ്പെട്ടുകൊള്ളണം? ക്രിസ്തുയേശുവിൽ ധൈര്യപ്പെട്ടുകൊള്ളണം. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്തെ വീണ്ടും അവിടെ യേശുവിൻ്റെ കുടുംബം, ജീവിതത്തിൽ യേശുവിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്ന കുടുംബം, ദൈവവചനത്തെ അനുസരിക്കുന്ന കുടുംബം, പ്രാർത്ഥിക്കുന്ന കുടുംബം, ഉപവസിക്കുന്ന കുടുംബം, കർത്താവിൻ്റെ കൃപയ്ക്കായി കാത്തിരിക്കുന്ന കുടുംബം. ഒന്ന് ഓർത്ത് നോക്കിയേ, ഈ കാലങ്ങളിൽ നിങ്ങൾ ഉപവസിച്ചിട്ട് എത്ര കാലമായി? ഉപവസിച്ചിട്ട് എത്ര കാലമായി? കഴിഞ്ഞ വെള്ളിയാഴ്ച ഉപവസിച്ചോ? ഇന്ന് ഉപവാസത്തോടെ വന്നിരിക്കുന്ന എത്ര പേരുണ്ട്? അപ്പം നമ്മൾ ചോദിക്കും, ശാപ്പാട് വിട്ടാൽ ഉടനെ എല്ലാം ആവുള്ളൂ എന്ന്. അനേക ഉദാഹരണങ്ങൾ നമുക്ക് എവിടെ കാണാൻ പറ്റും? ബൈബിളിൽ. ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് പറയുവാനായിട്ട് കഴിയും. അപ്പം നമ്മൾ ഈ ബാഹ്യമായി കാണുന്ന ലുക്കിലല്ല ഇരിക്കുന്നത്.
അകത്തോട്ടൊന്ന് പോകണം. അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ഉദാഹരണങ്ങൾ പറയുവാൻ അനവധിയുണ്ട്, എങ്കിലും സമയത്തെ ഞാൻ ഭയപ്പെടുന്നു. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്തെ വാക്യം, നീ പല സാക്ഷികളുടെ മുമ്പാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ ഭരമേൽപ്പിക്കാം. ആരെ ഭരമേൽപ്പിക്കണം? വിശ്വസ്ത മനുഷ്യരെ. അങ്ങനെയെങ്കിൽ ഞാൻ വിശ്വസ്തനായിരിക്കണം, നിങ്ങൾ വിശ്വസ്തരായിരിക്കണം, തിമത്യോസും വിശ്വസ്തരായിരിക്കണം, ഭരമേൽപ്പിക്കപ്പെടുന്നവരും വിശ്വസ്തരായിരിക്കണം. ഒന്നെടുത്താട്ടെ, സങ്കീർത്തനങ്ങളുടെ പുസ്തകം അതിൻ്റെ 1-ാമത്തെ അധ്യായം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 1-ാമത്തെ അധ്യായം നമുക്കറിയാവുന്ന ഒരു ഭാഗമാണ്, മനപ്പാഠം പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അതിൻ്റെ 1-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസങ്ങളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും. അതിന് നമുക്ക് ചുരുക്കി പറയാം, വിശ്വാസി എല്ലായിടത്തും ഇരിക്കരുത്, നിൽക്കരുത്, നടക്കരുത്. ദൈവത്തിന് സ്തോത്രം. അതിന് മനോഹരമായ ഒരു വാക്ക് നമ്മുടെ വിശ്വാസ ജീവിതത്തിലും ബൈബിളുണ്ട്, വിശുദ്ധിയും വേർപാടും. ദൈവത്തിന് സ്തോത്രം. ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പഠിപ്പിക്കപ്പെടുന്ന, പരിശീലിപ്പിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ് സഭ. മനസ്സിലായോ? ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പരിശീലിപ്പിക്കപ്പെടുന്ന, നമ്മളെ പഠിപ്പിക്കപ്പെടുന്ന സ്ഥലമാണ് സഭ. ദൈവത്തെക്കുറിച്ച്, യേശുക്രിസ്തുവിനെക്കുറിച്ച്, പരിശുദ്ധാത്മാവിനെക്കുറിച്ച്, പാപത്തെക്കുറിച്ചും ശിക്ഷയെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും പാപക്ഷമയെക്കുറിച്ചും ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ചും അന്ധവിശ്വാസം, അനാചാരം, വിശുദ്ധി, ആരാധന, ഇങ്ങനെ എത്രയോ സംഗതികൾ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെയൊക്കെ ഭാവന എന്താണെന്നറിയാമോ? കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിലൊരു ഭാഗമുണ്ട്, അത് മുറിച്ചെടുക്കുവാണെങ്കിൽ ഇങ്ങനെ വായിക്കാം, നമുക്കറിയാം, നമുക്കെല്ലാം അറിയാം. ആ വാക്യം മുഴുവൻ അങ്ങനല്ല. നമുക്കൊരു ഭാവനയുണ്ട്, നമുക്കറിയാം, നമുക്കെല്ലാം അറിയാം. മലയാളത്തിലൊരു നല്ല ശബ്ദമുണ്ട്, നിങ്ങളൊക്കെ വളരെ സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്നവരുണ്ടല്ലോ. അതിന് സമമായിട്ടൊരു വാക്യമുണ്ട്, നിങ്ങൾ എടുത്തു പറഞ്ഞാട്ടെ, കീഴ്വഴക്കം. എൻ്റെ ബുദ്ധിക്ക് ഞാൻ ശ്രമിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. കീഴ്വഴക്കം, അതിനകത്ത് ഒത്തിരി സംഗതി. ഇപ്പം ജോസൂട്ടിയോട് പറഞ്ഞാലും ജോസൂട്ടി നോക്കിയിരിക്കത്തുള്ളൂ കീഴ്വഴക്കം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. അതിനകത്ത് എന്തെല്ലാം സംഗതികൾ അടങ്ങിയിട്ടുണ്ട്. താഴ്മ, ഒരു ട്യൂണുണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ട്യൂണുണ്ടാകും. അതുണ്ടായി കിട്ടുന്ന സ്ഥലം, നമ്മളെ പരിശീലിപ്പിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ് ഇവിടെ സഭയെന്ന് പറയുന്നത്. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായത്തിൽ എഴുതുമ്പോൾ, ഒരുത്തിന് 5 താലന്ത് കൊടുത്തു, ഒരുത്തിന് 2 കൊടുത്തു, ഒരുത്തിന് 1 കൊടുത്തു. 5ഉം 2ഉം കിട്ടിയവൻ അത് വർദ്ധിപ്പിച്ചു കൊണ്ടുവന്നു. 1 കിട്ടിയവൻ വന്നു, അയ്യോ നീ വിതയ്ക്കാത്തടത്തുനിന്ന് കൊയ്യുകയും, അല്ലേ? എത്ര ഭംഗിയായിട്ട് അവൻ ദൈവത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൊണ്ട് പറയുന്നത്. അപ്പൊ അവിടെ യേശുപ്പൻ 2 വാക്യങ്ങൾ പറയുന്നുണ്ട്. ഒരുവനോട് പറഞ്ഞു നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, മറ്റവനോട് പറഞ്ഞു ദുഷ്ടദാസനെ. ആ പാരഗ്രാഫിന്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ ആ ദുഷ്ടദാസന്റെ പ്രതിഫലത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. എടുത്തു വായിക്കാൻ സമയമില്ലല്ലോ, ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്നെക്കുറിച്ച്, അതെനിക്ക് മാത്രമേ അറിയുള്ളൂ, ഞാൻ പ്രസംഗിക്കുന്നത് എനിക്ക് മാത്രമേ അറിയുള്ളൂ. എന്നെ വിശ്വസ്ത ദാസനെ എന്ന് എൻ്റെ ദൈവം വിളിക്കുമോ? നിങ്ങളെ വിശ്വസ്ത ദാസൻ, യാ ദാസി എന്ന് നിങ്ങളെ വിളിക്കുമോ? ദൈവത്തിന് സ്തോത്രം. നമ്മളെല്ലാവരും ക്ഷീണമൊക്കെ ഉള്ളവരാ, എന്നാലും പള്ളി വരുമ്പോൾ ഉറങ്ങത്തില്ലയോ? പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്കൊരു കുഞ്ഞിപ്പ് ഉപദേശി ഉണ്ടായിരുന്നു, പഴയൊരു കുഞ്ഞിപ്പ് ഉപദേശി, മുണ്ടുമൊക്കെ ഉടുത്ത് ജുബായൊക്കെ ഇട്ട് ഇത്രയും പൊക്കോളം നല്ല കറുത്തിട്ടൊരച്ഛൻ, ഒരു ഉപദേശി. പുള്ളി വന്ന് കഴിഞ്ഞാൽ ലൈവായിട്ടിരിക്കണം. ഒന്ന് ഓർത്ത് വയ്ക്കുക, നമ്മുടെ സ്ഥലത്തെ MP യോ MLA യോ ബ്ലോക്ക് പ്രമുഖോ പഞ്ചായത്ത് മെമ്പർ ഇവിടെ വന്നിരുന്ന് നമ്മൾ ഇതുപോലെ ഇരിക്കുവോ ഇല്ലയോ? എടാ, നമ്മൾ യേശുവിൻ്റെ പ്രസന്നത്തിൻ്റെ ഇരിക്കുന്നത്, യേശു ആരാന്നുള്ള ബോധ്യം നമ്മളെ ആരാധനയ്ക്ക് യോഗ്യരാക്കി തീർക്കുകയാ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവത്തിന് സ്തോത്രം. യേശു ആരാന്നുള്ള ബോധ്യം നമുക്ക് ദൈവഭയം ഉണ്ടാക്കുകയാ. ദൈവഭയവും ദൈവഭക്തിയും ഉണ്ടാക്കുകയാണ്. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതില്ലാത്തതിൻ്റെ കാരണം എന്തെന്നറിയാമോ? യേശു ആരാന്നുള്ള ബോധ്യം നമ്മുടെ കയ്യിലില്ല. നാം എന്തോ എന്നുള്ളൊരു തോന്നൽ നമ്മുടെ അടുത്ത് വരുന്നത് കൊണ്ടാണ് ഈ സഭയിൽ പറഞ്ഞു അവർക്ക് യേശുക്രിസ്തുവിൽ അധികമായ ന്യായപ്രമാണങ്ങളും മറ്റതിലേക്കും പ്രാധാന്യം കൂടി. അപ്പം പൗലോസ് പറഞ്ഞു, നീ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളണം. നീ എന്ത് ചെയ്യണം? യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളണം. ദൈവത്തിന് സ്തോത്രം. നമുക്കത് കേൾക്കുമ്പോൾ എരിവ് വേണം, ഉണർവ് വേണം. ദൈവത്തിന് സ്തോത്രം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ വിശ്വസ്ത മനുഷ്യരെയാണ് ദൈവം തേടിക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് ആരെ വേണം? വിശ്വസ്തനെ വേണം, അവിശ്വസ്തനെ വേണ്ട. അതുകൊണ്ട് അനേകർ ഇന്ന് പിന്തള്ളിപ്പോയിക്കൊണ്ടിരിക്കുന്നു.
നമ്മൾ ഓർക്കുന്നവർ മുൻപന്തിയിലെന്ന്. അവർ മുൻപന്തിയിലല്ല, അവർ ആത്മീകമായി അവർ വളരെ പിന്തള്ളപ്പെട്ടിരിക്കുന്നു. ജഡീകമായി അവർ മുൻപിൽ നിൽക്കുന്നു എന്ന് നമുക്ക് തോന്നുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള തിരിച്ചറിവാണ് നമ്മുടെ സഭ, നമ്മൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലം. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അങ്ങനെയെങ്കിൽ എന്തെങ്കിലും അരിതാഴിക നമ്മുടെ മനസ്സിലോ ജീവിതത്തിലോ മുൻപിലോ വന്നെങ്കിൽ ആൻറ്റി ഇങ്ങോട്ട് നോക്കിയാട്ടെ, ഉടനെ മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ വായിച്ചുകൊള്ളണം. അതാണ് നമ്മുടെ അടിസ്ഥാന ഉപദേശം. അതുണ്ടോ എങ്കിൽ നമുക്ക് യാതൊരു കുറവും ഉണ്ടാകുകയില്ല. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ വിശുദ്ധ സംസ്കൃത ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മുടെ മേശയെങ്കിൽ കാര്യങ്ങൾ ഒരുക്കി വെച്ചിരിക്കുക. ഇതിനെക്കുറിച്ചുള്ള ഗൗരവം നമുക്ക് എന്തുമാത്രമുണ്ട്, എന്തുമാത്രം ഗൗരവമുണ്ട് ഇതിനെക്കുറിച്ച്. ദൈവത്തിന് സ്തോത്രം. ജീവൻ കൊടുത്തിട്ട് വെച്ചിരിക്കുക ഇത്. ആമേൻ. നമ്മൾ ഓരോരുത്തരുടെ വാക്ക് കേട്ടാൽ നമുക്ക് ഇമോഷനാകും. നമ്മൾ തിരിച്ചു മറുപടി കൊടുക്കും. ക്ഷമിക്കുവാനും സഹിക്കുവാനും പൊറുക്കുവാനും കഴിവില്ലാത്ത നമ്മൾ വിശ്വസ്തരെ നെണ്ണുവാനായിട്ട് കഴിയുമോ? ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മൂന്നാമത്തെ കാര്യം അവിടുത്തെ പറഞ്ഞു, നീയും എന്നോട് കൂടെ കഷ്ടം സഹിക്കാം. എന്ത് ചെയ്യണം? ക്രിസ്തുവേശുവിൻ്റെ നല്ല ഫലനായി നീയും എന്നോട് കൂടെ കഷ്ടം സഹിക്കുക. ഒന്ന് ഓർത്ത് നോക്കിക്കേ, എത്ര മനോഹരമായ ഒരു വാക്യം. ഈ വാക്യം എഴുതുന്ന ആള്, ഈ വാക്യം എഴുതുന്നതായിട്ടുള്ള സ്ഥലം ഒന്ന് ഓർത്ത് നോക്കിയേ. ഇതാരെഴുതുന്നേ? പൗലോസ്. എവിടെ നിന്ന് എഴുതുന്നേ? കാരാഗ്രഹത്തിൽ എഴുതുന്നു. ഇന്നിപ്പം ഞങ്ങൾ സീഗൺ ബാഗിൻ്റെ കാണിച്ചപ്പോഴത്തേക്ക് ആ അച്ഛന്മാരെല്ലാം പാസ്റ്റർമാരെല്ലാം പ്രാർത്ഥിച്ചതിൻ്റെ കുരിശെന്ന് പറയുന്നത്, ആ സീഗൺ ബാഗ് വന്ന് കപ്പലിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ആദ്യം മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ച സ്ഥലം ആ കുരിശ്. ആ കുരിശിൻ്റെ ആ പുറകുവശത്തായി വലതുവശത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കോട്ട കാണാം. പോർട്ടീസുകാരുടെ അല്ല, ഇവരുടെ ദൈവത്തിന് സ്തോത്രം, ഞാൻ മറന്നുപോയി. അവിടെ കോട്ട കാണാം. വന്ന ഉടനെ ആ മനുഷ്യനെ കൊണ്ടിട്ടത് അവിടെ കൊണ്ടിട്ടത് എവിടെയാ? അതിനകത്ത്, ആ ജയിലില്ല. ആമത്തിലിട്ട് പൂട്ടിയെന്ന് പറഞ്ഞില്ലേ, അത് ആക്ച്വലി അവിടെ പോയി കാണാനായിട്ട് പറ്റും. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഒരു സിനിമ ആക്ടർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, ഞാൻ സിനിമ കാണുന്നുള്ളതല്ല, സാധാരണ നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടി പറയുക. ചെയ്യുന്നത് മറ്റുമേ ചൊല്ലുവേ, ചൊല്ലുന്നത് മറ്റുന്താ ചെയ്യുവേ. നമുക്കില്ലാത്തൊരു സംഗതി അതുവാ. നമുക്ക് ഒന്നും കാണത്തില്ല, പക്ഷെ നമ്മൾ പറയും. പക്ഷെ നമ്മൾ ചെയ്യില്ല. അങ്ങനെ ചെയ്തവൻ ആ ആക്ടർ മാത്രമല്ല, ആദ്യം ചെയ്തത് കർത്താവായ യേശു ക്രിസ്തുവാ. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നീ എന്നോട് കൂടെ കഷ്ടം സഹിക്ക എന്ന് പൗലോസ് പറയുമ്പോൾ, പൗലോസ് കാരാഗ്രഹത്തിൽ കിടക്കുകയാണെന്ന് ഓർത്തുകൊള്ളണം. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും സഹിക്കുവാൻ കഴിയുമോ? നമുക്കൊരാൾ പറയുന്നത് പോലും സഹിഷ്ണുതയില്ലല്ലോ. ഒരാൾ ചെയ്തതൊന്ന് വിട്ടുകളയാൻ പറ്റുന്നുണ്ടോ? ക്ഷമിക്കാൻ പറ്റുന്നുണ്ടോ? മറന്നു കളയാൻ പറ്റുന്നുണ്ടോ? അവൻ്റെ പിന്നാലെ പോകാൻ പറ്റുന്നുണ്ടോ? നമുക്ക് ഒരിക്കലുമില്ല. അങ്ങനെ പോയില്ല, അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഞാൻ എങ്ങനെ ഒരുവനെ നേടും? നമുക്ക് കൂടെ ആളില്ലാത്തതിൻ്റെ കാര്യം, എനിക്ക് ഫ്രണ്ട്സോ എനിക്ക് കൂടെ സ്നേഹിതരോ ഇല്ലാത്തതിൻ്റെ കാര്യം ഞാൻ ആരെയും നേടുന്നില്ല. ഞാൻ നേടണമെങ്കിൽ ഞാനൊന്ന് അല്പം പുറകോട്ട് പോയെങ്കിലേ എനിക്ക് നേടുവാനായിട്ട് കഴിയുകയുള്ളൂ. എന്നെ കണ്ടോടനെ ചിരിക്കണമെന്നോ, എന്നെ കണ്ടോടനെ കൈ കൊടുക്കണമെന്നോ, എന്നോട് വർത്തമാനം പറയണമെന്നോ, ഞാൻ പ്രസംഗം പറയുമ്പോൾ നോക്കണമെന്നോ അവർ കല്ലൂരിൽ പറയണം നിർബന്ധമില്ല. അത് അവരുടെ മനസ്സിൽ കൂടെ എന്താ പോകുന്നത് നമുക്കറിയില്ലല്ലോ. എനിക്കെങ്ങനെ അറിയാൻ പറ്റും? ക്ഷീണിച്ചിരിക്കുമായിരിക്കാം, ഉറങ്ങിപ്പോയി കാണും. എന്ത് ചെയ്യാൻ പറ്റും? അവരോട് ഇറങ്ങിച്ചെല്ലുന്നതായിട്ടുള്ള ഒരു മനോഭാവം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ നേടുവാനായിട്ട് കഴിയുകയുള്ളൂ. നമ്മളെക്കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്, നമ്മൾ വീണ്ടെടുക്കപ്പെട്ടവരുടെ കൂടെ ഉള്ളവരാ, നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂടെ ഉള്ളതാ. അതുകൊണ്ട് കഷ്ടത അനുഭവിക്കുവാൻ വേണ്ടി ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടിയാ? നിങ്ങൾ ആരും UPക്കും ബീഹാറിൽ നിന്നും പോകേണ്ട, അടിയും പിടിയൊന്നും കൂടുകയും വേണ്ട. പക്ഷെ എന്തിനു വേണ്ടി കഷ്ടം സഹിക്കണം? പ്രാർത്ഥനയ്ക്ക് അല്പം കൂടെ കഷ്ടം സഹിക്കണം. 10 മിനിറ്റ് പ്രാർത്ഥിക്കുന്നവൻ 15 മിനിറ്റ് പ്രാർത്ഥിക്കണം. ദൈവവചനം വായിക്കുന്നതിൽ അല്പം കഷ്ടം സഹിക്കണം. ആരാധനയ്ക്ക് സമയത്തിന് വരണം, വന്നാൽ എഴുന്നേറ്റ് പോകരുത്, അലക്ഷ്യമായിട്ടിരിക്കരുത്, കൃപയോടുകൂടെ ഇരിക്കണം. അതിനൊരല്പം കഷ്ടം സഹിക്കണം. പിന്നെ കൊടുക്കുന്നതിൽ ഒരല്പം, പള്ളിക്ക് കൊടുക്കണം, മിഷൻ പ്രവർത്തനത്തിന് കൊടുക്കണം, ആരെങ്കിലും സ്നേഹിതരോ ബുദ്ധിമുട്ടോ പ്രയാസം അനുഭവിക്കണം അവർക്ക് കൊടുക്കണം, അതിനൊരല്പം കഷ്ടം സഹിക്കണം. വേർപാടിന് കഷ്ടം സഹിക്കണം. അരുതാത്തടത്ത് പോകരുത്, നിൽക്കരുത്, ഇരിക്കരുത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഒരു വാക്യം കൂടെ വായിച്ചിട്ട് ഞാൻ നിർത്താം. അതേ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് പോയിട്ടെ, അതേ മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിലേക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 11, 13, 14 2, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ശ്രദ്ധിച്ചാട്ടെ,
നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഈ കാലങ്ങളിൽ ഞാൻ വളരെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, രസകരമായ കാര്യം. ഇങ്ങോട്ട് നോക്കിയാട്ടെ, എന്താണെന്നറിയോ? എൻ്റെ ഭാര്യ കിടപ്പിലാണ്. അപ്പോൾ ഒരു ചില ആഹാരങ്ങളൊക്കെ ഞാനങ്ങ് ചെയ്യും. പക്ഷേ ഈ നോൺ വെജ് ഒക്കെ ചെയ്യുമ്പോൾ എനിക്കൊരല്പ സഹായം വേണം. അപ്പം ജ്യോതി കഷ്ടപ്പെട്ട് വന്ന് ചേറെ പിടിച്ചുകൊണ്ട് വന്ന് നിൽക്കും. അപ്പോഴാണ് ഞാൻ ഇടുന്നത്. ഓരോന്നോരോന്ന് പറയുമല്ലോ അല്ലേ. പ്യാജ് എന്ന് പറഞ്ഞാൽ എന്തുവാ, ഉള്ളി ഇടണം, ഓരോന്നോരോന്ന് ഇടണം. ആ ഇട്ടയ്ക്കൊരു കാര്യം പറയാം, ഉപ്പിടുമ്പോൾ സൂക്ഷിക്കണേ, ഉപ്പിടുമ്പം സൂക്ഷിക്കണേ. എല്ലാം കാശ് കൊടുത്ത് വാങ്ങിച്ചല്ലേ എല്ലാം കാശ് കൊടുത്ത് വാങ്ങിച്ചല്ലേ. ബി മാർട്ടിലോ സ്മാർട്ട് ബസാറിലോ എവിടെ എല്ലാം കാശ് കൊടുത്ത് വാങ്ങിച്ചതാണ് അല്ലയോ. അതെല്ലാം ചില്ലിക്കൂട്ട് ലേസിലിരുന്ന സാധനം തന്നെ അല്ലയോ. കട്ട് ചെയ്ത് കൊണ്ടുവന്ന് സൗകര്യത്തിന് ചേർത്താലോ. പറഞ്ഞാട്ടെ മാമേ, കൊണ്ട് കട്ട് ചെയ്ത് സൗകര്യത്തിനങ്ങ് ചേർത്താലോ. കറിയാവോ? ജോസൂട്ടി ആഹാരം കഴിക്കുമോ? കഴിക്കത്തില്ല. അളവുണ്ട്, ചേരുവയുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കണം. അളവുണ്ട്, ചേരുവയുണ്ട്. അതിലേറ്റവും ചെറിയൊരു സംഗതിയാണ് ഉപ്പ്. അവസാനം നമ്മൾ ഉപ്പ് കൊണ്ടിടുന്നല്ലേ മാം ആൻറ്റി? ഏറ്റവും വില കുറഞ്ഞ സാധനവും അതിനും അതിൻ്റേതായിട്ടുള്ള മഹത്വമുണ്ട്. എനിക്കും ഇവിടെ ഇരിക്കുന്ന മാത്യു ഫിലിപ്പ് സാറിനും അല്ലെങ്കിൽ പാസ്റ്റർ അങ്കിള് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള പങ്കുണ്ട്, അവരുടേതായിട്ടുള്ള റോളുണ്ട്, അവരുടേതായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട്, റെസ്പോൺസിബിലിറ്റി. അത് അളവിൽ കൂടി പോയി കഴിഞ്ഞാൽ ചിക്കൻ കറി ഫെയിൽ, കറികൾ ഫെയിൽ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഇനിയൊരു കാര്യം പറയാം. ഈ ദേശത്തിൽ ഞാൻ ആദ്യമേ കാണിച്ചു, ഈ ദേശത്തിൽ എന്തുമാത്രം രുചി ലഭിച്ചിട്ടുണ്ടോ ക്രിസ്തീയ മിഷണറിമാരും പരിശുദ്ധ വചനവും കൊടുത്തുകൊണ്ട് മാത്രമാണ്. ഈ ഭാരതത്തിലെ ഒട്ടനവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഒട്ടനവധി ജീവിത സാഹചര്യങ്ങൾക്കും മാറ്റമുണ്ടായത് ഈ ഉപ്പ് കൊണ്ട് മാത്രമാണ്. അപ്പോൾ ആൻറ്റി എന്നെ നിങ്ങളെ വിളിച്ചിരിക്കുക ദൈവം ഉപ്പാക്കാൻ വേണ്ടി. ആമേൻ. ദൈവത്തിന്. അപ്പോൾ ആൻറ്റി ഓർക്കും, ഞാൻ ഇത്രയും പ്രായമായി, ഇനി എന്നെ ഉപ്പാകാനാ? വീട്ടിൽ വേലയ്ക്ക് വരുന്ന ആൾക്കാരില്ലേ, ഡ്രൈവറില്ലേ, നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളില്ലേ, അവർ രക്ഷിക്കപ്പെട്ടതാണോ? ഈ നമ്മുടെ സഭയിൽ വരുന്ന ഒരു ഫാമിലി ഉണ്ട്. ആ ആൻറ്റി ആര് വന്നാലും അവർക്ക് സുവിശേഷം പറയും, രക്ഷിക്കപ്പെടാതെ അവരെ വിടത്തുമില്ല. ഇനി നിങ്ങൾ തിരക്കിക്കോണം ഇനി ആരാണെന്നുള്ളത്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഉപ്പാകണം. ഞാൻ എപ്പോഴും ഓർക്കും, ചിലപ്പോൾ എനിക്ക് ദേഷ്യം, ഇന്ന് രാവിലെ ഞാൻ ഒന്നും ദേഷ്യപ്പെട്ടു, അത് കഴിഞ്ഞപ്പോൾ ഞാൻ അത് ചെയ്യരുതായിരുന്നു. കാരണം നമ്മൾ സ്വാദ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതാണ്. 2, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. അന്ധകാരത്തിൽ കിടക്കുന്ന ജനം ഈ കാലങ്ങളിൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പൊടി തട്ടി അതിന് വളരെ ആകൃതിയും അതിനെ ഉടുപ്പിടിപ്പിച്ച് സെന്റിട്ട് നല്ല ചില്ലിക്കൂടുകളിൽ വെച്ച് ഒരു കൂട്ടം അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും നടന്നുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഞാനത് അയച്ചു തരാം. ഒന്ന് കണ്ടു നോക്ക്. കാണുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലാകുന്നത്. ദൈവത്തിന് സ്തോത്രം. സത്യദൈവത്തെ വിട്ടിട്ട് യോനായുടെ പുസ്തകത്തിൽ പറഞ്ഞതുപോലെ വലം കൈയും ഇടക്കൈയും തിരിച്ചറിയാത്ത ജനം അന്ധവിശ്വാസത്തിലും അനാചാരങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ, എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, നിങ്ങൾക്ക് ആത്മഭാരം ഉണ്ടാകുന്നില്ല, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ചിന്തയില്ല, നിങ്ങൾ അതിനെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ വീണ്ടും എസ്തേറിന്റെ പുസ്തകത്തിലേക്ക് പോക്കോണം. എന്തു പറഞ്ഞു? ഇസ്രായേലിന്റെ നന്മ എവിടുന്നെങ്കിലും വരും, നിന്റെ കാര്യം. ഞാൻ ദൈവത്തിന് സ്തോത്രം. സമയം കഴിഞ്ഞല്ലോ. എത്ര മനോഹരമായിരിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ദൈവം നമ്മളെ, എൻ്റെ വ്യക്തി ജീവിതത്തെ, എൻ്റെ കുടുംബജീവിതത്തെ, ഇന്ന് ജ്യോതിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചു. ജ്യോതിയുടെ ബാക്ക് പെയിൻ പണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ളൊരു ഇൻസിഡൻ്റ് ഉണ്ടായെന്നുള്ള. എന്നെ ഈ പ്രാവശ്യം വന്ന വേദന വളരെ ഭയങ്കരമാണ്. 1 മാസത്തിലേറെയായി ബെഡിൽ തന്നെയാണ്. ദൈവം അനുഗ്രഹിക്കും. ദൈവം ജ്യോതി എഴുന്നേൽപ്പിച്ച് നിർത്തും. ആയുസ്സും ആരോഗ്യം ദൈവം കൊടുക്കും. ഞങ്ങൾ വരെ നിങ്ങളുടെ മുമ്പിൽ സാക്ഷ്യം പറയാം. കാരണം നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് എൻ്റെ മകനെ തിമത്തിയോസേ, നീ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അവൻ വെറും യേശുവല്ല, അവൻ ജനിച്ചു, ജീവിച്ചു, മരിച്ചു, ഉയർത്തെഴുന്നേറ്റ് രണ്ടാമത് വരുന്നതായിട്ടുള്ള യേശുക്രിസ്തുവാണ്. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവനിൽ നീ ശക്തിപ്പെട്ടോണം. 2, നീ അവന് വിശ്വസ്തനായിരിക്കണം. 3, ചെറുതും വലുതുമായ കഷ്ടമൊക്കെ നീ സഹിച്ചോണം. അത് വരുമ്പോൾ നീ നിൻ്റെ അപ്പനെയും അമ്മയും വലിയമ്മയും ഓർത്തുകൊള്ളണം. ദൈവത്തിന് സ്തോത്രം. ഞാൻ 3 കാര്യം പറഞ്ഞു. 1, നമ്മുടെ കുടുംബം. 2, നമ്മൾ കൂടി വരുന്ന സഭ. 3, നമ്മുടെ വ്യക്തി ജീവിതം. ഇതൊന്നിനോടൊന്ന് ബന്ധപ്പെട്ടിരിക്കുക. ഇത് നന്നായാൽ അനേകരം നന്നാകപ്പെടും.
ഇത് നന്നായാൽ അനേക ജാതിക്കൂട്ടങ്ങൾ കർത്താവിൽ വരും. അനേക കുഞ്ഞുങ്ങൾ വഴിവിട്ട ജീവിതത്തിൽ നിന്ന് തിരികെ വരും. നമ്മുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ദേശം സന്ധിക്കപ്പെടും. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞാട്ടെ ഹല്ലേലൂയ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇങ്ങനെ വിശ്വാസികൾ ഹല്ലേലൂയ പറയുന്നത്. സ്തോത്രം. അവസാനം ഒരു പഞ്ചാബി ഹല്ലേലൂയ കൂടെ പറയാം അല്ലേ? രാവിലെ ആരെല്ലാം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ അവരെല്ലാവരും ഒച്ചത്തിൽ പറയണം. ബാക്കിയുള്ളവർക്ക് ഇച്ചിരി ചൂട്ടുണ്ട്, അവർ ഇച്ചിരി കുറച്ച് പറഞ്ഞാലും മതി. ഓക്കെ, ഒരുമിച്ച് ഹല്ലേലൂയ. ഒത്തിരി പേര് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഒരു പാട്ടിങ്ങനെ പഴയ ഒരു പാട്ടുണ്ട്. ഞാൻ ആ പാട്ടിൻ്റെ ലൈൻ പാടാം, എന്നിട്ട് നമുക്ക് കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ നാമം വിജയിക്കട്ടെ, സാത്താന്റെ കോട്ടകൾ തകർന്നിടട്ടെ. യേശുവിൻ നാമം വിജയിക്കട്ടെ, സാത്താന്റെ കോട്ടകൾ തകർന്നിടട്ടെ. സുവിശേഷത്തിൻ കൊടിയുയരട്ടെ, നാമധേയ സംഘങ്ങൾ ഉണർന്നിടട്ടെ. പ്രിയജനമേ, രക്ഷാദൂതൻ പടകവുമായി ഉണർവോടെ മുൻപോട്ടു പോകുക നാം. രക്ഷാദൂതൻ പടകവുമായി ഉണർവോടെ മുൻപോട്ടു പോകുക നാം. ഒരു നിമിഷം നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. ദൈവ ആയുസ്സും ആരോഗ്യം നൽകി അനുഗ്രഹിക്കപ്പെട്ട ആരാധനയിൽ നമ്മൾ പങ്കുചേർന്നു. നമ്മൾ ദൈവത്തെ ആരാധിച്ചു, മധ്യസ്ഥ പ്രാർത്ഥന നടത്തി, നമ്മൾ ദൈവവചനം കേട്ടു. നമ്മൾ തിരുവത്താഴത്തിങ്കിലേക്ക് കടന്നു പോവുകയാണ്. പൗലോസ് പറയുന്നു, മോനെ തിമോത്തിയോസേ, നീ ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു എൻ്റെ സുവിശേഷം. ആ യേശുവിനെ ജീവിതത്തിൽ മറന്നു കളയാതെ വണ്ണം ഏതു സമയം അവന് കൊടുക്കേണ്ട പ്രാധാന്യം, അവന് കൊടുക്കേണ്ട വില, അവന് കൊടുക്കേണ്ട മഹത്വം എപ്പോഴും കൊടുക്കുവാൻ തക്കവണ്ണം എന്നെ നിൻ്റെ കർത്താവെ അനുഗ്രഹിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. പൗലോസ് തിമോത്തിയോസിനോട് പറഞ്ഞു, നീ ക്രിസ്തുയേശുവിൽ ശക്തിപ്പെടുക, നീ വിശ്വസ്തനായിരിക്കുക, നീ കഷ്ടം അനുഭവിക്കുക. നമ്മുടെ കുടുംബം, നമ്മുടെ സഭ, നമ്മുടെ വ്യക്തിജീവിതം യേശു ക്രിസ്തുവിൽ മറ്റുള്ളവർക്ക് ഉപ്പായും മറ്റുള്ളവർക്ക് വെളിച്ചവുമായി തീരുവാൻ നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ശാന്തമായ സമയത്തിനായിട്ട് സ്തോത്രം. കടന്നു വന്ന ദൈവമക്കൾ, ദൈവജനം കേട്ട പ്രിയപ്പെട്ടവർ, കർത്താവെ, ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ, ഇന്ന് സഭയിൽ വരുവാൻ കഴിയാതെ പോയ പ്രിയപ്പെട്ടവർ, ഞങ്ങൾ സംസാരിച്ച ദൈവവചനം ഇതെല്ലാം നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇത് ഞങ്ങൾക്ക് ആർക്കും ശിക്ഷയ്ക്ക് കാരണമാകരുതേ. ഞങ്ങൾ ബലഹീനരാ കർത്താവെ, ഞങ്ങളുടെ ചുറ്റുപാടുകൾ അത്ര ശരിയല്ല. അതിലൊക്കെ നിന്നു പോകുവാനുള്ള ദൈവകൃപ ഞങ്ങൾക്ക് കൊടുക്കണം, ധൈര്യത്തെ ഞങ്ങൾക്ക് കൊടുക്കണം, ബലത്തെ ഞങ്ങൾക്ക് കൊടുക്കണം. നീ അനുഗ്രഹിച്ചിരിക്കാൻ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എനിക്ക് ഈ അവസരം നൽകി തന്ന പ്രിയപ്പെട്ടവരോടുള്ള നന്ദിയും സ്നേഹത്തെ അനുഗ്രഹിക്കുന്നു. തുടർന്നും നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.